ഇന്ന് നമ്മുടെ സഞ്ചപ്പൻ്റെ ബർത്ത്ഡേ ആട്ടോ. ഇന്നല്ല, ഇത് ഞാനൊരു ഒരാഴ്ച മുന്നേ എടുത്ത വീഡിയോ ആണേ. ദേയാത്താലിയിൽ ചട്ടി വെച്ച് വെക്കുന്നതാണ് സഞ്ചപ്പൻ. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് സഞ്ചപ്പന് ഇപ്പോൾ എണീറ്റ് നിൽക്കാൻ പറ്റൂല ഗായ്സ്. നമ്മളിവിടെ ഒന്നും രണ്ടൊന്നും അല്ല കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ദേ ഏതാ ചിരിയല്ലേ. ബിൻജിയുടെ ചിരിക്ക് ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബിലോ ഗായ്സ്. അപ്പൊ കേക്ക് കേട്ടതിന് മുമ്പ് നമുക്കത് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്താലോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബർത്ത്ഡേ ബോയിനെ രംഗത്തേക്ക് ഇറക്കാം. സഞ്ചപ്പൻ്റെ മാത്രമല്ല കേട്ടോ, ദേ സഞ്ചപ്പൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുടെയും കൂടി ബർത്ത്ഡേ ആണേ. അത് ഞാൻ അറിയാൻ കുറച്ച് വൈകിപ്പോയി ഗൈസ്. രണ്ടാളും കത്തിയും കൊടുവാളൊക്കെ പിടിച്ച് കേക്ക് കട്ട് ചെയ്യാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒരാഴ്ചയെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ ഇപ്പോൾ വിഷയം, അവർക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. അവർ വിഷസ് എപ്പോൾ വേണമെങ്കിലും സ്വീകരിക്കും. അടുത്തതായി ഇവിടെ നടക്കാൻ പോകുന്നത് ദേ ഒരു പൊട്ടിത്തെറിയാണ് ഗൈസ്. എല്ലാം പൊട്ടിത്തെറിച്ചു. ചെറുതായിട്ടൊന്ന് കാലൊക്കെ പൊള്ളി എൻ്റെ എല്ലാവരുടെയോ. സ്വന്തം പ്രൊട്ടക്ഷൻ അല്ല, കേക്കിൻ്റെ പ്രൊട്ടക്ഷൻ ആട്ടോ ഇന്നിവിടെ മെയിൻ. അങ്ങനെ കേക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. കേക്ക് ആകപ്പാടെ അലങ്കോലായി കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക് പിറക്കി നല്ല ശീലമുള്ളതുകൊണ്ട് എല്ലാവരും കൂടി അതങ്ങ് പിറക്കി സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി പ്ലാസ്റ്റിക് ഒക്കെ റിമൂവ് ചെയ്ത് കേക്കൊക്കെ കഴിച്ചു. നല്ല കേക്കായിരുന്നു. ആരും മുഖത്ത് കേക്കൊന്നും തേച്ച് കൊടുക്കാത്തതുകൊണ്ട് ബിഞ്ച് സ്വന്തമായിട്ട് കേക്കൊക്കെ തേച്ച് തൃപ്തി അണിഞ്ഞു. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ബോയ് ഇതാ വീണ്ടും ബെഡിലേക്ക് തിരിച്ചു പോവുകയാണ് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.